ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെയാകാം, പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് ദൈവിക വഴികളും ജീവിതാഭിലാഷങ്ങളും മാറ്റിവെക്കുന്ന ശീലം സാധാരണമായിട്ട് നമുക്കില്ലേ? അവസരങ്ങൾ നമ്മെ തേടി വരുമ്പോൾ വേണ്ടത്ര ഒരുക്കമില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് നമ്മൾ വിചാരിച്ച് ദുഃഖിക്കാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സമയം ആരുടെയും കാത്തു നിൽക്കില്ലെന്നും അവസാന നിമിഷത്തെ തിടുക്കമല്ല, മറിച്ച് അനുദിനമുള്ള ദൈവിക ഒരുക്കമാണ് നമ്മുടെ വിജയവും രക്ഷയും നിർണ്ണയിക്കുന്നതെന്നും ഓർപ്പിക്കുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 25:12 വചനം ഇപ്രകാരം പറയുന്നു: അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഒലിവുമലയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ പ്രകാശനമായ 10 കന്യകമാരുടെ ഉപമയുടെ അവസാന ഭാഗമാണിത്. മണവാളനെ എതിരേൽക്കുവാൻ വിളക്കുമായി ഇറങ്ങിയ 10 പേരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ വിളക്കിനോടൊപ്പം പാത്രത്തിൽ എണ്ണയും കരുതിയിരുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ മണവാളൻ വന്നപ്പോൾ എണ്ണയില്ലാത്ത ബുദ്ധികെട്ട കന്യകമാർ എണ്ണ വാങ്ങാൻ പോയി. ആ എണ്ണ എന്നത് ദൈവവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധവും ആത്മീയ ഒരുക്കവുമാണ്. ആ സമയത്ത് വാതിൽ അടക്കപ്പെടുകയും അവർ തിരികെ വന്ന് വിളിച്ചപ്പോൾ മണവാളൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുകയും ചെയ്തു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ആത്മീയ ജീവിതത്തിൽ തയ്യാറെടുപ്പ് അനിവാര്യമാണ്. ഈ ഉപമയുടെ പ്രധാന സന്ദേശം തയ്യാറെടുപ്പാണ്. ജ്ഞാനികളായ കന്യകമാർ അവസാന നിമിഷം വരെ കാത്തിരുന്നില്ല, അവർ നേരത്തെ തയ്യാറായി. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതവും നാളത്തേക്ക് മാറ്റിവെക്കരുത്. നാളെ നമുക്കുള്ളതല്ല, ഇപ്പോൾ നമുക്കുള്ളതാണ്. പ്രാർത്ഥന, ദൈവവചനം, വിശ്വാസം, സ്നേഹം, പരിശുദ്ധമായ ജീവിതം, ഇവ ദിവസേന വളർത്തേണ്ടതാണ്. വിശ്വാസം വ്യക്തിപരമാണ്. വിവേകമില്ലാത്ത കന്യകമാർ മറ്റുള്ളവരിൽ നിന്ന് എണ്ണ വാങ്ങാൻ ശ്രമിച്ചു, പക്ഷേ അവർക്ക് സാധിച്ചില്ല. ഇതിലൂടെ ഈ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരാളുടെ വിശ്വാസം കൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കില്ല എന്നതാണ്. മാതാപിതാക്കളുടെ വിശ്വാസം, സഭയുടെ വിശ്വാസം, സുഹൃത്തുക്കളുടെ വിശ്വാസം, ഇവ നല്ലതാണെങ്കിലും ഓരോരുത്തരും യേശുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണമെന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അവസരങ്ങൾ എല്ലായ്പ്പോഴും തുറന്നിരിക്കില്ല. വിവാഹ വിരുന്നിന്റെ വാതിൽ ഒരിക്കൽ അടഞ്ഞു, അത് പിന്നീട് തുറന്നില്ല. ഈ ഉപമയുടെ അർത്ഥം, ദൈവം ഇന്ന് നമുക്ക് നൽകുന്ന കൃപയുടെ സമയത്തെ നമ്മൾ വിലമതിക്കണം എന്നതാണ്. ഇന്ന് കർത്താവിനെ അന്വേഷിക്കാം, ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കാം, ഇന്ന് തന്നെ ജീവിതം കർത്താവിലേക്ക് സമർപ്പിക്കാം. പിന്നീട് യേശുവിന് വേണ്ടത് ഒരു യഥാർത്ഥ ബന്ധമാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന വാക്കുകൾ ഒരു ബന്ധത്തിൻ്റെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന് നമ്മുടെ പേര് അറിയാതെ വരില്ല. അവൻ ഓരോരുത്തരെയും കൃത്യമായി അറിയുന്നു. നമ്മൾ എന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത ശൈലി തന്നെ കെട്ടിപ്പടുക്കണം. അവൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോയാൽ അടഞ്ഞുപോയ സകല വാതിലുകൾക്ക് മുമ്പിൽ നമുക്ക് കരയേണ്ടി വരില്ല. അവൻ്റെ കൃപ നമ്മോട് കൂടെ എന്ന് എല്ലാ വാതിലുകളും തുറന്നു തരും. ഇന്ന് നമുക്ക് ഒരു ആത്മ പരിശോധനയ്ക്ക് വിളിക്കുന്ന ഒരു വചനമാണിത്. ഞാൻ ആത്മീയമായി തയ്യാറാണോ? ഏത് നിമിഷവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ തയ്യാറാണോ? കർത്താവുമായി എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടോ? എൻ്റെ വിശ്വാസം പുറമേയുള്ള ആചാരങ്ങളിൽ മാത്രമാണ്, അതോ ഹൃദയത്തിൽ നിന്നുള്ളതാണോ? നമുക്ക് ഇന്ന് തന്നെ ദൈവത്തോട് കൂടുതൽ അടുത്തു വരാം. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാം. അപ്പോൾ ഭയമല്ല, പ്രത്യാശയോടെയാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക. കർത്താവ് നമ്മെ ആത്മീയമായി ശക്തരാക്കി തൻ്റെ വരവനായി എപ്പോഴും തയ്യാറായിരിക്കാൻ കൃപ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.